ഇന്ന് അടിയന്തരാവസ്ഥയുടെ വാർഷികം ആചരിക്കുന്ന ദിവസം കൂടിയാണ്. കോൺഗ്രസിൻ്റെ ജനാധിപത്യ ബോധവും ബി ജെ പിയുടെ ജനാധിപത്യ ബോധവും നമുക്കെല്ലാം അറിയുന്നതാണ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ നടക്കുന്ന സംഭവങ്ങളെ ആസ്പദമാക്കി പൊതുവായി ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുന്നതിനാണ് ഇടതുപക്ഷ പാർട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നയത്തിനോടുള്ള ഒരു അനുകൂലാവസ്ഥയല്ല, മറിച്ചൊരു പൊതു സാഹചര്യത്തെ കൂട്ടായി നേരിടണമെന്നുള്ള ആഗ്രഹമാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ച നേരത്തെ പറഞ്ഞിട്ടുള്ള NTA ഉൾപ്പെടെയുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സ്ഥാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നയിച്ചിട്ടുള്ള നയത്തിൻ്റെ ഉപജ്ഞാതാക്കൾ കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു സംശയമില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ അങ്ങനെയുള്ള നയങ്ങൾക്കെതിരായി രംഗത്ത് വരുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ BJPയുടെ പ്രതിനിധി ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങേയറ്റം അവജ്ഞയോടുകൂടി കാണേണ്ടുന്ന കാര്യങ്ങളാണ്. കൊടിക്കുന്നിൽ സുരേഷിനെ അദ്ദേഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേവലം ഒരു ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ വരുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ മാത്രം ആളായിട്ട് ചുരുക്കി കാണേണ്ടുന്ന ഒരാളല്ല ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊടിക്കുന്നിൽ സുരേഷ്. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു? പ്രോട്ടേം സ്പീക്കറായിട്ട് ക്ഷണിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ജനാധിപത്യ ബോധം ഒരു പഠിപ്പിച്ചിട്ടുള്ള ഒരു മര്യാദയുണ്ട്. ആ മര്യാദ എല്ലാ അർത്ഥത്തിലും ലംഘിച്ചിട്ട് അശേഷം ഒരു മടിയുമില്ലാതെ അതിനെ ന്യായീകരിക്കുന്നത് മറ്റു ചില കാര്യങ്ങൾ പറയാണ്. ഞങ്ങൾ പ്രോട്ടേം സ്പീക്കറായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചില്ല, നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കിക്കൂടെ എന്നുള്ള ചോദ്യം കോൺഗ്രസ് മാത്രം ഉത്തരം പറയേണ്ടുന്ന ഒന്നല്ല. ഈ നാട്ടിലെ ജനാധിപത്യവാദികളാകെ BJPയോട് പ്രതികരിക്കേണ്ടുന്ന ഒരു വിഷയമാണിത്. അതെന്താണ്? BJPയുടെ ജനാധിപത്യ വിരുദ്ധതയുടെ, BJPയുടെ അധസ്ഥിത ജനവിഭാഗങ്ങളോടുള്ള സമീപനത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ്. അതുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത, ഒരിക്കലും നാം കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് BJPയിൽ ഉണ്ടായിട്ടുള്ളത്. കൊടിക്കുന്നിൽ സുരേഷ് MPയെ പ്രോട്ടേം സ്പീക്കറായിട്ട് ക്ഷണിക്കാതിരുന്നത്, തീരുമാനിക്കാതിരുന്നത് ജനാധിപത്യത്തോടുള്ള ഏറ്റവും വലിയ അവഹേളനമാണ്. ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് എത്ര വർഷമായി ആളില്ലാത്തതെന്ന് നാം കാണുകയാണ്. ഈ സഭയിലും അവർ സ്വീകരിക്കുന്ന സമീപനം എന്താണ്? ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്, പാർലമെന്റിലെ പ്രതിപക്ഷത്തിന് ആ പദവി കൊടുക്കുക എന്നുള്ള മര്യാദ കാണിക്കാതെ സ്പീക്കർ പദവിയിലേക്ക്, തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിയിടുകയാണ് BJP ചെയ്തിരിക്കുന്നത്. BJP രാമന്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ടുള്ള പാർട്ടി, ആ പാർട്ടി രാമക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ള ആ പാർട്ടിയുടെ പേരിൽ ആക്ഷേപിക്കപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ഒരു വാക്കുപോലും BJPയുടെ പ്രതിനിധി സംസാരിച്ചിട്ടില്ല. NTA നടത്തിയിട്ടുള്ള പരീക്ഷകളുടെ ചോദ്യമാണ് ചോർന്നതെങ്കിൽ രാമക്ഷേത്രത്തിൻ്റെ ഉത്തരവാണ് ചോർന്നൊലിക്കുന്നത്. അവിടുത്തെ പൂജാരികൾ ഉൾപ്പെടെ കരഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം നാം കേട്ടല്ലോ. എന്തേ BJPയുടെ പ്രതിനിധിക്ക് ഇതിനെതിരായിട്ട് പ്രതികരിക്കാൻ പറ്റാത്തത്? കൊള്ള നടത്തുകയാണ് രാജ്യത്താകെ. ആ കൊള്ളയെ ചോദ്യം ചെയ്യുന്നവർക്ക് നേരെ, ജനാധിപത്യത്തിന് നേരെ ഫാസിസത്തിന്റെ ബുൾഡോസർ ഉരുട്ടാനാണ് BJP നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ വീണ്ടും സൂചിപ്പിച്ചു, NTA ഉൾപ്പെടെയുള്ള പരീക്ഷാ സംവിധാനം എന്തെങ്കിലും പറഞ്ഞോ BJPയുടെ പ്രതിനിധി? ഓരോ ദിവസവും നാം കേൾക്കുന്ന വാർത്തകൾ എന്താണ്? അവർക്ക് മറുപടി പറയാനില്ല. എന്നിട്ട് അതേ മന്ത്രിയെ, വിദ്യാഭ്യാസ മന്ത്രിയെ അവർ കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായി പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. നയത്തിൽ മാറ്റമില്ല, മന്ത്രിമാരുടെ വകുപ്പുകളിൽ ബഹുഭൂരിപക്ഷത്തിന് മാറ്റമില്ല. സ്പീക്കറായിട്ട് അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന ആളാരാണ്? 150-ലേറെ പാർലമെന്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള, പലരെയും പുറത്താക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ജനാധിപത്യ വിരുദ്ധ കൂട്ടക്കശാപ്പിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തിയെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കൊടുത്തിട്ടുള്ള മെസ്സേജ് എന്താണ്? ഇനി ഞങ്ങൾ ഇതെല്ലാം ആവർത്തിക്കും എന്നുള്ള മെസ്സേജാണ്. എന്തായാലും ബിജു ജനതാദൾ ഉൾപ്പെടെയുള്ള പാർട്ടികൾ BJPയോടൊപ്പം ഇനി ഞങ്ങളില്ല എന്ന് പ്രസ്താവിച്ചിട്ടുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യം കൂടിയാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ശരി.